മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കാം. എന്തും കൊണ്ടാന്ന് അറിയണ്ടേ? ചക്ക ബിരിയാണി കണ്ടോ? ചക്ക ബിരിയാണി ഉണ്ടാക്കിയത് ഞാൻ. ചക്ക ആദ്യം അരിഞ്ഞ് വേവിച്ച് അതിൽ ഇറച്ചിയും കൂടി ഇട്ട് വേവിച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. മസാല ദോശയല്ലേ. ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കാം. ദോശ വേവട്ടെ. അതിലേക്ക് നമുക്ക് ചക്കയും വെച്ച് കൊടുക്കാം. ബിരിയാണി, ചക്ക ബിരിയാണി വെച്ച് കൊടുക്കാം. ചക്ക ഇറച്ചിയിട്ട് വേവിച്ചാണ് ബിരിയാണി. അതിന് നമുക്ക് ലേശം മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്നിട്ട് നമുക്ക് ആ ദോശ ഒന്ന് മടക്കി കൊടുക്കാം. ചക്ക ബിരിയാണി മസാല ദോശ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചക്ക ബിരിയാണി മസാല ദോശ. നമുക്ക് അതൊരു പ്ലേറ്റിലെടുക്കാം. അതാ കണ്ടോ? നമുക്ക് അതൊന്ന് മുറിച്ച് തിന്നു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? കറി വേണമെങ്കിൽ കറി ഒഴിക്കാം. കറി വേണ്ടിയവർക്ക് നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിക്കാം. അതിൽ തേങ്ങാ ചമ്മന്തി. എന്നിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചക്ക ബിരിയാണി മസാല ദോശ. എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ. കടലയും മസാല ഇത് മാത്രമല്ല മസാലയ്ക്ക് വയ്ക്കുന്നത്. ഇതും മസാലയായിട്ട് കൂട്ടാൻ നമുക്ക് നല്ല രുചിയാണ്. അതിന് മറ്റേ മസാലയെക്കാളൊക്കെ നല്ല രുചിയാണ്. കണ്ടോ? അല്ലേ? ഒന്ന് കഴിച്ച് നോക്കിക്കേ എന്ത് രുചിയാണെന്ന്. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ചക്ക ബിരിയാണി മസാല ദോശ. ശോശാമ്മ കിച്ചൺ. എന്ത് രുചിയാണെന്നറിയോ? ഒന്ന് കഴിച്ചു നോക്കണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചക്ക ബിരിയാണി മസാല ദോശ. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ദോശ.